Welcome to another session of Microsoft Excel training course. So today we are going to deal with table creation in MS Excel. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് എക്സൽ പേജിൽ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മുടെ കയ്യിൽ പല ഡേറ്റകളും കാണും, ഒരുപാട് ഇൻഫർമേഷൻസ് കാണും. അതിനെ നമ്മളൊരു ടേബിൾ ഫോർമാറ്റിലോട്ട് എക്സൽ പേജ് ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അത് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള എക്സൽ ഷീറ്റിൽ വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു ഫംഗ്ഷനാണ് ഈ ടേബിൾ ക്രിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഇന്നത്തെ ദിവസം നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്, എന്തൊക്കെ തരത്തിലുള്ള ടേബിൾ സ്റ്റൈൽ ഓപ്ഷൻസ് ആണ് നമുക്ക് എക്സൽ പേജിൽ കിട്ടുന്നത്. അപ്പോൾ ആദ്യം ഞാനിവിടെ ഒരു സാമ്പിൾ ഡേറ്റ വെറുതെ എൻറ്റർ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് മാർക്സ് ഓഫ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അതിൽ നെയിം ഉണ്ട്, ജെൻഡർ ഉണ്ട്, കോഴ്സ് ഉണ്ട്, മാർക്സ് ഉണ്ട്. ഇത് ഞാൻ ജസ്റ്റ് ഇതിനകത്ത് ടൈപ്പ് ചെയ്ത് എൻറ്റർ ചെയ്തൊരു ഡേറ്റയാണ്. ഇത് ടേബിൾ അല്ല, വെറുതെ നമ്മൾ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നത് പോലെ തന്നെയുള്ളൊരു ഡേറ്റയാണ്. സോ വി ഹാവ് ടു കൺവേർട്ട് ദിസ് ഡേറ്റ ഇൻ ടു എ ടേബിൾ, or we have to create a table by using this data. So for that we have two options or two methods. One is very shortcut method and the other is long cut method. So first of all let us see what is the shortcut method. So shortcut method il nammal keyboard ഉപയോഗിച്ച് just keys മാത്രം ഉപയോഗിച്ച് we can very easily create table. For that just click inside, anywhere inside this data. So click inside, then from the keyboard press Ctrl T or Ctrl L. രണ്ട് ഓപ്ഷൻ ആണുള്ളത്. Ctrl T പ്രസ് ചെയ്യുക അല്ലെങ്കിൽ Ctrl L പ്രസ് ചെയ്യുക. സോ ഐ വിൽ ഷോ യു ദാറ്റ്. Ctrl T നമ്മൾ പ്രസ് ചെയ്തു. അപ്പോൾ ഇതാ നമ്മുടെ ആ ഒരു ഡേറ്റ ഹൈലൈറ്റഡ് ആയി. ഇവിടെ ഒരു ചെറിയ ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്തു വന്നു. വേർ ഇസ് ദ ഡേറ്റ ഫോർ യുവർ ടേബിൾ. സോ നമ്മുടെ ടേബിളിനുള്ള ഡേറ്റയുടെ ഇൻഫർമേഷനാണ് ഈ ഡയലോഗ് ബോക്സിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് G3 തൊട്ട് J20 വരെയുള്ള റേഞ്ച് ഇവർ തന്നെ സെലക്ട് ചെയ്തേക്കുവാണ്, ഓട്ടോമാറ്റിക്കലി സെലക്റ്റഡ് ആണ്. G3 എന്ന് പറയുന്നത് ദിസ് ഇസ് ദ G കോളം തേർഡ് റോ. G3 എന്ന് പറയുന്നത് നെയിം തൊട്ട് ലാസ്റ്റ് സെൽ എന്ന് പറയുന്നത് J20, ദാറ്റ് ഈസ് ദിസ് 71 എന്നുള്ള ഡേറ്റ ആണ് ലാസ്റ്റ് സെല്ലിലുള്ളത്. അപ്പോൾ ഈ ഒരു ഫുൾ റേഞ്ച് ഓഫ് സെൽസ് ആണ് സെലക്റ്റഡ് ആയിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ വേറൊരു ഓപ്ഷൻ ചോദിച്ചിട്ടുണ്ട്, മൈ ടേബിൾ ഹാസ് ഹെഡേഴ്സ്. നെയിം, ജെൻഡർ, കോഴ്സ്, മാർക്സ് എന്നുള്ള ഹെഡിങ്ങിനെയാണ് നമ്മൾ ഈ ഒരു ഇൻഫർമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ജസ്റ്റ് ഗിവ് എ ടിക്ക് മാർക്ക് ഇൻസൈഡ് ദാറ്റ്. ഓക്കെ, ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഈ ഒരു ഡേറ്റ ഇപ്പോൾ ടേബിൾ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഡേറ്റ ഫോർമാറ്റിൽ നിന്ന് ടേബിൾ ഫോർമാറ്റിലേക്ക് മാറുമ്പോൾ തന്നെ നമുക്കിവിടെ കാണാം ഡിസൈൻ, ടേബിൾ ടൂൾസ് എന്ന് പറഞ്ഞൊരു അഡീഷണൽ ടാബ് നമുക്കിവിടെ ഓപ്പൺ ചെയ്തു വരും. ആൻഡ് ഇൻ ദാറ്റ് അഡീഷണൽ ടാബ് ദർ ആർ ഡിഫറെൻറ്റ് ടേബിൾ സ്റ്റൈൽ ഓപ്ഷൻസ്. സോ ദിസ് ഇസ് ദ ഷോർട്ട് കട്ട് മെത്തേഡ് ഫോർ കൺവേർട്ടിംഗ് ഡേറ്റ ഇൻ ടു ടേബിൾ. സോ ഞാൻ അൺഡു ചെയ്തു, വീണ്ടും ഇത് ഡേറ്റ ആയിട്ട് മാറി. ഇനി ലോങ് കട്ട് മെത്തേഡ് എങ്ങനെയാണെന്നും കൂടെ പറഞ്ഞു തരാം. ദാറ്റ് ഇസ് ക്ലിക്ക് എനിവയർ ഇൻസൈഡ് ദ ഡേറ്റ, ദെൻ ഗോ ടു ദ ഇൻസേർട്ട് ടാബ്, ക്ലിക്ക് ഓൺ ദി ഇൻസേർട്ട് ടാബ്. ഹിയർ ഇൻ ദ ഫസ്റ്റ് ഗ്രൂപ്പ് ടേബിൾസ് എന്നുള്ള ഗ്രൂപ്പിൽ വി ക്യാൻ സീ ദിസ് ടേബിൾ ഓപ്ഷൻ. ക്ലിക്ക് ഓൺ ടേബിൾ. സഡൻലി ദറ്റ് സെയിം ഡയലോഗ് ബോക്സ്, നമ്മൾ മുന്നേ കണ്ട ഡയലോഗ് ബോക്സ് തന്നെ നമുക്ക് വന്നു. അതിൽ ഈ പറഞ്ഞ റേഞ്ച് ഓഫ് സെൽസ് സെലക്റ്റഡ് ആയിട്ടുണ്ട്. മൈ ടേബിൾ ഹാസ് ഹെഡേഴ്സ്. ക്ലിക്ക് ഓക്കെ. സോ ദിസ് ഇസ് ദ ടേബിൾ. അപ്പോൾ നമ്മുടെ ഡേറ്റ ഇപ്പോൾ ഒരു ടേബിൾ ഫോർമാറ്റിലോട്ട് വന്നിട്ടുണ്ട്. ഈ നെയിം, ജെൻഡർ, കോഴ്സ്, മാർക്സ് ഇത്രയും ഹെഡേഴ്സ് നമുക്ക് ഉണ്ട്. സോ ദിസ് ഇസ് ദ ക്രിയേഷൻ ഓഫ് ടേബിൾ ഫോർമാറ്റ്, ക്രിയേഷൻ ഓഫ് ടേബിൾ ഇൻ എക്സൽ. Then let us see what are the different table style options that is available. So for that we can see this ടേബിൾ ടൂൾസ്. അപ്പം നമ്മൾ ഈ ഒരു ടേബിളിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രം നമുക്ക് കിട്ടുന്ന ഒരു അഡീഷണൽ ടാബാണ് ടേബിൾ ടൂൾസ് ഡിസൈൻ എന്നുള്ളത്. ഇഫ് യു ക്ലിക്ക് എനിവെയർ ഔട്ട്സൈഡ് ദിസ് ടേബിൾ ദെൻ യൂഷ്വൽ ടാബ്സ്, ഹോം, ഇൻസേർട്ട്, പേജ് ലേഔട്ട്, ഡെവലപ്പർ വരെയുള്ള സാധാരണ ടാബുകൾ മാത്രമേ നമുക്ക് അവൈലബിൾ ആവുകയുള്ളൂ. വെനെവർ വി ക്ലിക്ക് ഇൻസൈഡ് ദിസ് ടേബിൾ ടൂൾസ് നമുക്ക് കിട്ടും. അതിൽ ഡിസൈനിങ് ഓപ്ഷൻസ് ആണുള്ളത്. ദർ ആർ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഈ ഒരു ഡിസൈനിങ് ഓപ്ഷൻസിനകത്ത്. സോ ഡിസൈൻ ടേബിൾ ടൂൾസിൽ ഡിസൈൻ ടാബ് ക്ലിക്ക് ചെയ്യുമ്പം ഡിഫറെൻറ്റ് ടൂൾസ് വിൽ ബി അവൈലബിൾ. ഓക്കെ, സോ ഫസ്റ്റ് പ്രോപ്പർട്ടീസ് ഗ്രൂപ്പിൽ ടേബിളിൻ്റെ നെയിം നമുക്ക് സ്പെസിഫൈ ചെയ്യാം.
എന്തെങ്കിലും ഒരു നെയിം നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും, മാർക്സ്. ഓക്കെ, ദെൻ റീസൈസ് ടേബിൾ. സോ എന്തെങ്കിലും വ്യത്യാസം, പുതിയ സെല്ലുകൾ ആഡ് ചെയ്യുവോ അല്ലെങ്കിൽ ഈ ഒരു റേഞ്ച് അല്ലാണ്ട് കൂടുതൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യുകയോ ഒക്കെ ചെയ്യണമെങ്കിൽ വി ക്യാൻ റീസൈസ് ദിസ് ടേബിൾ ബൈ യൂസിങ് ദറ്റ് ഓപ്ഷൻ. Then coming to the second group, summarize with pivot table, that is an advanced version of this table option that we can deal in the next session or in the coming sessions. So today we are just dealing with the basic tools or basic functions that we can use by the table creation and table styling. So remove duplicates. If there are some duplicate entries, we can remove. ഈ remove duplicates നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ to delete duplicate values, select one or more columns. അപ്പോൾ ഏതൊക്കെ കോളം ആണോ നമുക്ക് സെർച്ച് ചെയ്യേണ്ടത്, ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടോ, ഡ്യൂപ്ലിക്കേറ്റ് ഇപ്പോൾ ഇവിടെ മാർക്സിലാണെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് മാർക്കുള്ളത് നമുക്ക് വേണ്ട. സോ അങ്ങനെ വരുമ്പം എല്ലാം ഡീസെലക്ട് ചെയ്തിട്ട് മാർക്സ് മാത്രം നമ്മൾ സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. 3 duplicate values found and removed, 14 unique values remain. ഓക്കെ, കണ്ടോ, നേരത്തെ ഉള്ള അത്രയും ഡേറ്റ നമുക്കിവിടെ ഇല്ല. ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് നമുക്കിവിടെ ഉണ്ടായിരുന്നു, ആ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് എല്ലാം റിമൂവ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, ഇനി ഞാൻ പഴയ പോലെ ഡേറ്റ ഫുൾ ആക്കി. അടുത്തത് കൺവേർട്ട് ടു റേഞ്ച്. കൺവേർട്ട് ടു റേഞ്ച് എന്ന് പറയുന്നത് ഈ ടേബിളിനെ നമ്മൾ തിരിച്ച് പഴയ പോലെ ഡേറ്റ ഫോർമാറ്റിലോട്ട് തന്നെ, ടേബിൾ ഫോർമാറ്റിൽ നിന്ന് നമുക്ക് മാറ്റാനായിട്ടുള്ള ഓപ്ഷനാണ്. കൺവേർട്ട് ടു റേഞ്ച് കൊടുക്കുമ്പോൾ ഡു യു വോണ്ട് ടു കൺവേർട്ട് ദ ടേബിൾ ടു എ നോർമൽ റേഞ്ച്, യെസ് എന്ന് കൊടുത്താൽ ലുക്ക് പഴയ പോലെ തന്നെ നമ്മുടെ ടേബിള് ഇപ്പോൾ ഇത് ടേബിൾ അല്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഇത് ജസ്റ്റ് ഡേറ്റാസ് മാത്രമാണ്. കണ്ടോ, നമ്മൾ ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ടേബിൾ ടൂളോ ഡിസൈൻ ഓപ്ഷനോ ഒന്നും വരുന്നില്ല. ദാറ്റ് മീൻസ് ദിസ് ഇസ് നോട്ട് എ ടേബിൾ. സോ ദാറ്റ് ഈസ് ദ കൺവേർഷൻ ഓഫ് ടേബിൾ ടു റേഞ്ച്. നമുക്ക് വീണ്ടും കൺട്രോൾ ടി ഉപയോഗിച്ച് ഇതിനെ ടേബിളാക്കാം. കൺട്രോൾ ടി പോലെ തന്നെ കൺട്രോൾ എൽ ടൈപ്പ് ചെയ്താലും ടേബിളായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് തന്നെയാണ്. ഓക്കെ, ദെൻ കമ്മിങ് ടു ഇൻസേർട്ട് സ്ലൈസർ. ഇതൊക്കെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് ചെയ്താലും മതി. ജസ്റ്റ് ഞാൻ എന്താണെന്ന് പറയാം. ഇൻസേർട്ട് സ്ലൈസർ ക്ലിക്ക് ചെയ്യുമ്പം നമുക്ക് ഏതെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഗ്രൂപ്പ് മാത്രം സെലക്ട് ചെയ്യണം. അപ്പം നെയിം ആൻഡ് ജെൻഡറും അല്ലെങ്കിൽ കോഴ്സ് മാത്രം, ഏതൊക്കെ കോഴ്സാണ് നമ്മളിവിടെ സെലക്ട് ചെയ്തേക്കുന്നതെന്ന് നമുക്കൊന്ന് സ്ലൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഓക്കെ കൊടുക്കുമ്പോൾ ലുക്ക് കണ്ടോ, ഇവിടെ ഇത്രയും കോഴ്സുകളാണ് നമ്മൾ ഇതിനകത്ത് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇതിനകത്ത് ഇപ്പം കൊമേഴ്സ് കോഴ്സിൻ്റെ മാത്രം ഡീറ്റെയിൽസ് കാണണം. 3 കുട്ടികളുണ്ട്, അവരുടെ ജെൻഡർ, കൊമേഴ്സ്, മാർക്സ്. മലയാളം ഒരാളുടെ എൻട്രി ആണുള്ളത്, എക്കണോമിക്സ് 2 പേരുടെ എൻട്രി ആണുള്ളത്. ഇങ്ങനെ നമുക്ക് സ്ലൈസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനാണ് സ്ലൈസിങ് എന്ന് പറയുന്ന ഓപ്ഷനകത്ത്. ആൻഡ് ക്ലിക്ക് ഹിയർ, നമ്മുടെ സ്ലൈസിങ് ഓപ്ഷൻ പോവും. ഇത് ജസ്റ്റ് ഡിലീറ്റ് ചെയ്താൽ അതങ്ങ് പൊയ്ക്കോളും. അഗെയിൻ കമ്മിങ് ടു ഡിസൈൻ ടാബ്. സോ എക്സ്റ്റേണൽ ടേബിൾ ഡാറ്റ, ഇവിടെ നമ്മൾ ഈ പറഞ്ഞ ഡേറ്റ വേറെ എവിടെന്നെങ്കിലും എക്സ്പോർട്ട് ചെയ്യുവോ അല്ലെങ്കിൽ നമ്മളെപ്പോഴും ടൈപ്പ് ചെയ്ത് ഡേറ്റ കയറ്റാതെ തന്നെ നമുക്ക് ഇൻ്റർനെറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിൽ തന്നെ വേറെ സോഴ്സിലുള്ള ഡേറ്റകളോ ഒക്കെ നമുക്ക് ഇങ്ങോട്ട് ഇൻസേർട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതാണ് എക്സ്റ്റേണൽ ടേബിൾ ഡേറ്റ. സോ ടേബിൾ സ്റ്റൈൽ ഓപ്ഷൻസ്, ദിസ് ഇസ് ദ ഏരിയ ദാറ്റ് വി ഹാവ് ടു ഡീൽ ഇൻ ഡീറ്റെയിൽ ഫോർ ടുഡേയ്സ് സെഷൻ. ടേബിൾ സ്റ്റൈൽ ഓപ്ഷൻസ് ആൻഡ് ഡിഫറെൻറ്റ് ടേബിൾ സ്റ്റൈൽസ്. പല ടേബിൾ സ്റ്റൈൽ ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ലുക്ക്, ഇവിടെ പല ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹെഡർ റോ ഇവിടെ ആക്ടിവേറ്റ് ആയിട്ട് കിടക്കുകയാണ്. ദാറ്റ് മീൻസ് ഡീആക്ടിവേറ്റ് ചെയ്താൽ ഹെഡർ റോ വിൽ ബി ഡിസപ്പിയർ. ആക്ടിവേറ്റ് ചെയ്യുവാണെങ്കിൽ ഹെഡർ റോ കാണും. അതുപോലെ ബാൻഡഡ് റോസ് ഇവിടെ ആക്ടിവേറ്റ് ആണ്. ബാൻഡഡ് റോസ് എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റീവായിട്ട് റോസ് സെലക്റ്റഡ് ആകുന്നതിനെയാണ് ബാൻഡഡ് റോസ് എന്ന് പറയുന്നത്. അത് നമ്മളിവിടെ ആക്ടിവേറ്റ് ആക്കിയിരിക്കുകയാണ്. ഇനി ഫസ്റ്റ് ബാൻഡഡ് കോളം ഉണ്ട്. അതുപോലെ തന്നെ ബാൻഡഡ് കോളം ക്ലിക്ക് ചെയ്യുമ്പം ഓൾട്ടർനേറ്റീവ് കോളംസ് കളർ ഫോർമാറ്റിൽ വരും. ഇനി ഫസ്റ്റ് കോളം സെലക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് കോളത്തിലുള്ള ഡേറ്റാസ് ഹൈലൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ ബോൾഡിൽ കിട്ടും. ലാസ്റ്റ് കോളം ക്ലിക്ക് ചെയ്യുമ്പോൾ ലാസ്റ്റ് കോളം ബോൾഡിൽ കിട്ടും. ഇത് ഡീആക്ടിവേറ്റ് ചെയ്യും. ബാൻഡഡ് കോളം ഡീആക്ടിവേറ്റ് ചെയ്യുമ്പോൾ പഴയ പോലെ തന്നെ ബോൾഡായിട്ട് നിന്നെല്ലാം പൊക്കോളും.
ഇനി ടോട്ടൽ റോസ്, ദാറ്റ് ഇസ് എ വെരി യൂസ്ഫുൾ ഓപ്ഷൻ. ടോട്ടൽ റോസ് ക്ലിക്ക് ചെയ്യുമ്പം ഇവിടെ നമുക്ക് നമ്മുടെ ഡേറ്റയുടെ ടോട്ടൽ വാല്യൂ നമുക്ക് കിട്ടും. ലുക്ക്, മാർക്സിൻ്റെ ടോട്ടലാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതിന് പല ഓപ്ഷൻസ് ഉണ്ട്. ജസ്റ്റ് അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ആരോ വരും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പം ആവറേജ് ഉണ്ട്, കൗണ്ട് ഉണ്ട്, കൗണ്ട് നമ്പേഴ്സ്, മാക്സിമം വാല്യൂ, മിനിമം വാല്യൂ, സം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയൻസ്, മോർ ഫങ്ഷൻസ്, പല ഫങ്ഷൻസ് നമുക്കിവിടെ അവൈലബിൾ ആകും. ഇപ്പോൾ നമ്മളിവിടെ ഓട്ടോമാറ്റിക്കലി ടോട്ടൽ വന്നു. നമുക്കിവിടുത്തെ മിനിമം മാർക്ക്, ഏറ്റവും മിനിമം മാർക്ക് ഏതാണെന്ന് അറിയണമെങ്കിൽ മിനിമം ക്ലിക്ക് ചെയ്യുമ്പം ലുക്ക് 65 ആണ് ഇവിടെ വന്നിരിക്കുന്നതിലെ മിനിമം മാർക്ക്. ഇനി കൗണ്ട്, എത്ര എൻട്രീസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, 17. അങ്ങനെയുള്ള പല ഓപ്ഷൻസും നമുക്ക് കിട്ടും. സോ നമ്മളിവിടെ ടോട്ടൽ എടുത്തു. ഇതുപോലെ തന്നെ ഓരോ കോളത്തിലും ഈ ഓപ്ഷൻ ഉണ്ട്. കോളത്തിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പം ഇതുണ്ടോ, ഈ ആരോ ഇവിടെ വന്നു. ആരോ ക്ലിക്ക് ചെയ്യുമ്പം നമുക്കിപ്പം കോഴ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ഇൻഫർമേഷനാണ്. നമുക്കവിടെ സം ചെയ്യാൻ പറ്റില്ല, ടോട്ടൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ നമുക്കവിടെ കൗണ്ട് ചെയ്യാം. കൗണ്ട് ക്ലിക്ക് ചെയ്യുമ്പം 17 എൻട്രീസ് അവിടെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ എത്ര ഡേറ്റാസ് നമ്മളിവിടെ കൊടുത്താലും ദ സം വിൽ ബി ഓർ ദ ടോട്ടൽ വാല്യൂ വിൽ ബി അവൈലബിൾ ഇഫ് വി ആക്ടിവേറ്റ് ദിസ് ടോട്ടൽ റോ. അത് ഡീആക്ടിവേറ്റ് ചെയ്താൽ ആ ഒരു കംപ്ലീറ്റ് റോ നമുക്ക് ഡിസപ്പിയർഡ് ആക്കാം. ഇനി ഇവിടെ ഒരു ഫിൽറ്റർ ബട്ടൺ ഉണ്ട്. ഫിൽറ്റർ ബട്ടൺ ആക്ടിവേറ്റ് ചെയ്താൽ നോക്കൂ, ഫിൽറ്റർ ബട്ടൺ ആക്ടിവേറ്റ് ചെയ്ത് കഴിയുമ്പം നെയിം, ജെൻഡർ, കോഴ്സ്, ഇതിനെല്ലാം സൈഡിൽ കൂടെ ഓരോ ആരോ ഉണ്ട്. അതിൻ്റെ ഫർദർ ഓപ്ഷൻസ് അവിടെ അവൈലബിൾ ആകും. അത് വേണ്ടാന്നുണ്ടെങ്കിൽ ഫിൽറ്റർ ഓപ്ഷൻ നമുക്ക് ഡീആക്ടിവേറ്റ് ചെയ്യാം. യൂഷ്വലി നമ്മൾ ടേബിളായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ തന്നെ ഫിൽറ്റർ ഓപ്ഷൻ ബൈ ഡിഫോൾട്ട് ആക്ടിവേറ്റ് ആണ്. കാരണം ഈ ഒരു ഫിൽറ്റർ ഓപ്ഷനിൽ നമുക്ക് ഒരുപാട് ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ക്ലിക്ക് ചെയ്തു സോർട്ടിങ് A to Z. നമുക്കിതിനെ പല രീതിയിൽ സോർട്ട് ചെയ്യാം. A to Z ആൽഫബറ്റിക് ഓർഡറിൽ സോർട്ട് ചെയ്തു. Z to E അത് ആൽഫബറ്റിക് ഓർഡറിൽ A to Z അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിൽ നമുക്ക് സോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അതുപോലെ തന്നെ ഇപ്പോൾ ജെൻഡർ വൈസ് നമുക്ക് സോർട്ട് ചെയ്യുന്ന പോലെ തന്നെ ഫിൽട്ടർ ചെയ്യാനായിട്ടും പറ്റും. ടെക്സ്റ്റ് ഫിൽട്ടേഴ്സ്, പല ഓപ്ഷൻസ്, ഏതെങ്കിലും ബിഗിൻ വിത്ത്, എൻഡ് വിത്ത്, കണ്ടെയ്ൻ, ഡസ് നോട്ട് ഈക്വൽ, ഡസ് നോട്ട് കണ്ടെയ്ൻ, ഇങ്ങനെയുള്ള പല ഫിൽറ്ററിങ് ഓപ്ഷൻസ് നമുക്ക് കിട്ടും. ഇതിനകത്ത് നമുക്ക് ടെക്സ്റ്റ് ഫിൽട്ടേഴ്സിൽ ഫീമെയിൽ എൻട്രീസ് മാത്രം കാണണം. ഫീമെയിൽ മാത്രം സെലക്ട് ചെയ്യുക. ഓക്കെ, കേട്ടോ, വി ഹാവ് ഫിൽട്ടേർഡ് ആൻഡ് ഫിൽട്ടർ ഔട്ട് ദ ഫീമെയിൽ ഓപ്ഷൻസ് ഓർ ഫീമെയിൽ എൻട്രീസ്. അവിടെ തന്നെ ക്ലിക്ക് ചെയ്ത് ക്ലിയർ ഫിൽട്ടർ ഫ്രം ജെൻഡർ കൊടുത്തു കഴിയുമ്പോൾ പഴയ നമ്മുടെ ടേബിളിലോട്ട് തന്നെ വരും. അതുപോലെ തന്നെ കോഴ്സ് നമുക്ക് ഇതുപോലെ ഫിൽട്ടർ ചെയ്യാം. നമുക്കിപ്പം കെമിസ്ട്രി മാത്രം മതി. ഓക്കെ, സോ കെമിസ്ട്രിയിലുള്ള 2 എൻട്രി ഉണ്ട്, അവരുടെ മാർക്കും ഉണ്ട്. ക്ലിയർ ഫിൽട്ടർ. മാർക്സിൽ നമുക്കിതുപോലെ തന്നെ ഒന്നെങ്കിൽ ഈ പറഞ്ഞ സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് അല്ലെങ്കിൽ ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ടോപ്പ് വന്നിരിക്കുന്ന ആരാണ്, ഏറ്റവും കുറവ് വന്നിരിക്കുന്ന ആരാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി അതല്ല ഏതെങ്കിലും പർട്ടിക്കുലർ മാർക്കുകൾ മാത്രം കാണാനാണ്. എത്ര പേർക്ക് 65 ഉണ്ട്, എത്ര പേർക്ക് 80 ഉണ്ട്, 80 അബവ് ഉണ്ട്. ഇപ്പം നമ്പർ ഫിൽട്ടർ കൊടുത്തിട്ട് ഗ്രേറ്റർ ദാൻ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ ഈസ് ഗ്രേറ്റർ ദാൻ 80 എന്ന് കൊടുത്തിട്ട് ഓക്കെ കൊടുത്താൽ 80ക്ക് മുകളിലുള്ള മാത്രം ഓപ്ഷൻസ് നമുക്ക് കിട്ടും. സോ ഇതാണ് ഫിൽട്ടർ ഓപ്ഷൻസ് നമുക്കുള്ളത്. ക്ലിയർ ഫിൽട്ടർ. ഇത്രയും ഓപ്ഷൻസ് ആണ് നമ്മുടെ ടേബിൾ സ്റ്റൈൽ ഓപ്ഷൻസിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഉള്ളത് ടേബിൾ സ്റ്റൈൽസ് ആണ്. വി ക്യാൻ സെലക്ട് ഡിഫറെൻറ്റ് ടേബിൾ സ്റ്റൈൽസ്. ഇതിനകത്ത് ഏത് സ്റ്റൈൽ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ ഓൾറെഡി ഡിസൈൻ ഓപ്ഷൻസിൽ നമുക്ക് പല ടേബിൾ സ്റ്റൈൽ ഓപ്ഷൻസ് ഉണ്ട്. ഇതിനകത്ത് ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഉണ്ടോ, അതനുസരിച്ച് ഇവിടെ വരുന്ന മാറ്റങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ സെലക്ട് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ കളറും അതിൻ്റെ ഒരു അപ്പിയറൻസിലും ഒക്കെ നമുക്ക് മാറ്റങ്ങൾ വരുത്താം. സോ ദിസ് ഇസ് ദ ടേബിൾ സ്റ്റൈൽ ഓപ്ഷൻസ്. ഇതാണ് ബേസിക്കലി നമുക്ക് ടേബിൾ ക്രിയേഷനും ഡിഫറെൻറ്റ് ടേബിൾ സ്റ്റൈൽസുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഇനി അടുത്തതൊരു കുറച്ചുകൂടി ഒരു ഡീറ്റെയിൽസിലോട്ട് പോകുമ്പം ഇവിടെ വേറൊരു ഡേറ്റയാണിത്. ഇതിൽ ഡേറ്റ് ഉണ്ട്. ഇതൊരു സാധാ ഡേറ്റയാണ്. ജസ്റ്റ് നമുക്ക് കൺവേർട്ട് ചെയ്യാം ടേബിളായിട്ട്. ഇൻസേർട്ട് ടേബിൾ. ഓക്കെ, സോ ഇതൊരു ടേബിളായി. ഇപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി ഡേറ്റാസൊക്കെ എങ്ങനെയാണ് ഫിൽട്ടർ ചെയ്യുന്നതെന്നൊക്കെ കണ്ടു. ഇവിടെ അഡീഷണൽ ആയിട്ടുള്ളത് നമ്മുടെ ഡേറ്റ് ആണ്. ഡേറ്റ് എങ്ങനെയാണ്, ഡേറ്റ് ഓപ്ഷൻ വന്നാൽ എന്തൊക്കെ ഓപ്ഷൻ നമുക്ക് അവിടെ ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം
ഓൾഡസ്റ്റ് ടു ന്യൂവസ്റ്റ് നമുക്ക് ഡേറ്റ് കിട്ടും, അല്ലെങ്കിൽ ന്യൂവസ്റ്റ് ടു ഓൾഡസ്റ്റ് ഉണ്ടോ, ഏറ്റവും പുതിയത് തൊട്ട് പുറകോട്ടായിട്ട് നമുക്ക് സോർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി സെലക്ട് ഫിൽറ്റർ ചെയ്യാം. 2020 മാത്രം ഡേറ്റ നമുക്ക് കണ്ടാൽ മതി. സോ 2020 മാത്രം എടുത്തു, ഓക്കെ കൊടുത്തു. ഇനി ക്ലിയർ ഫിൽറ്റർ. ഇനി ഇവിടെ ഡേറ്റ ഫിൽറ്റേഴ്സ് എടുക്കുമ്പോൾ പല ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പം നമുക്കിപ്പം ദിസ് ഇയർ മാത്രം കണ്ടാൽ മതി. അപ്പോൾ ദിസ് ഇയർ മാത്രം. നെക്സ്റ്റ് വീക്ക് ഇഫ് സോ നോ ഡേറ്റ ഈസ് അവൈലബിൾ. നെക്സ്റ്റ് വീക്കിലോട്ടുള്ള ഡേറ്റ ഒന്നും നമുക്ക് അവൈലബിൾ അല്ല. ലാസ്റ്റ് വീക്കിൽ ഒരു ഡേറ്റ ഉണ്ട്, അതായത് മെയ് 14 ഒരു ഡേറ്റ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് കുറച്ച് ഡേറ്റയേ ഉള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ഫിൽറ്ററിങ് ഓപ്ഷൻ ഒന്നും ഉപയോഗിച്ചില്ലെങ്കിലും കണ്ടുപിടിക്കാം. പക്ഷേ ചില സമയത്ത് നമ്മൾ ഡേറ്റാസൊക്കെ എൻ്റർ ചെയ്യുമ്പം ഒരുപാട് ഡേറ്റാസ് കാണും. ഇപ്പം 2 വർഷത്തെ 3 വർഷത്തെയൊക്കെ ഡേറ്റ ഇതുപോലെ വരുമ്പോൾ നമുക്ക് ഒരു മാസത്തെ മാത്രം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇയർ മാത്രം പർട്ടിക്കുലർ വീക്കിൽ മാത്രമായിട്ട് കണ്ടുപിടിക്കാൻ വി ക്യാൻ യൂസ് ദിസ് ഫിൽറ്ററിങ് ഓപ്ഷൻസ്. സോ ദീസ് ആർ ദ basics with regard to table creation in MS Excel, and this is a very useful, very basic and important function in MS Excel. നമ്മൾ എക്സൽ പേജ് എപ്പോഴും ഉപയോഗിക്കുന്നത് ഡേറ്റ അനാലിസിസിന് വേണ്ടിയിട്ടും ഡേറ്റ എൻട്രീസിന് വേണ്ടിയിട്ടും ഒക്കെയാണ്. അപ്പം ടേബിൾ ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഈസി ആയിട്ടുള്ള ഓപ്ഷൻസ് അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ആൻഡ് നമ്മുടെ ഡേറ്റാനെ കുറച്ചുകൂടി നമുക്ക് ഉപയോഗപ്രദമായ രീതിയിൽ മാറ്റാനായിട്ട് പറ്റും when it is converted to table. So thank you.